ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. മാംഗോ വെച്ചിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ഐസ്ക്രീം ഉണ്ടാക്കി, അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് കാണണം. പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാലാണ്. പിന്നെ ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മാങ്ങയുടെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് കലക്കി ഒഴിക്കാം, പാലിൽ കലക്കി ഒഴിക്കാം. അപ്പോൾ തുടങ്ങാം. പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കോൺ പൊടി ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചത് പെട്ടെന്ന് ഇളക്കാം. മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കാം. കൈവിടാതെ ഇളക്കണം, കട്ടയാവാതെ ഇളക്കണം. പെട്ടെന്ന് കട്ടയാവും. സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മാങ്ങയുടെ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്ന നല്ലൊരു പുഡിങ്ങാണ്. മാങ്ങാക്കാലമായാൽ മാങ്ങ കൊണ്ട് പല വിഭവങ്ങൾ നമ്മളുണ്ടാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക വരകുന്നത് പോലെ മാങ്ങയും വരകിയതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും കാണണം. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇവിടെ പുഡിങ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വിട്ടുപോയിരുന്നു, പഞ്ചസാര ചേർത്തത്. പഞ്ചസാര പാലിനൊപ്പം തന്നെ ആയിരുന്നു ഇട്ടത്. പഞ്ചസാര ഇട്ടാണ് ഞാനൊരു ഗ്ലാസ് പാലൊഴിച്ചിരുന്നത്. പഞ്ചസാരയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഒരു മാങ്ങയും 1 കപ്പ് പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ പുഡിങ് റെഡിയായിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഗാർണിഷ് ചെയ്യാൻ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പം ചേർത്ത് കൊടുക്കാം. പുഡിങ് റെഡിയായി ട്രേയിലൊഴിച്ചു, തണുത്ത് വന്നു. മാങ്ങ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.